നാട്ടിലേക്ക് ഒരു KSRTC ബസ് വേണമെന്ന ആവശ്യമുയർത്തി ഹർത്താൽ നടത്താൻ ഒരുങ്ങുകയാണ് പത്തനംതിട്ട തണ്ണിത്തോട് നിവാസികൾ. 5 വർഷം മുൻപ് നിർത്തിയ KSRTC സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഹർത്താൽ നടത്തുമെന്നാണ് സമരസമിതിയുടെ പ്രഖ്യാപനം. സ്വകാര്യ ബസ് ലോബിയുടെ ഇടപെടലാണ് KSRTC ബസ് സർവീസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് തണ്ണിത്തോട് എത്തിയത് എന്നാണ് ഉയരുന്ന ആരോപണം. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട മലയോര മേഖലയാണ്, കോന്നിയിലെ പ്രധാനപ്പെട്ട മലയോര മേഖലയാണ് കരുമാൻതോട്, തേക്കുതോട്, തണ്ണിത്തോട് പ്രദേശം. ഈ പ്രദേശത്തേക്ക് KSRTC ബസ് ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് നിന്ന് മറ്റു മേഖലകളിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കുറേ കാലമായി നിർത്തിവെച്ചിരിക്കുകയാണ്. KSRTC ബസ് നിർത്തിവെക്കാനുള്ള കാരണങ്ങൾ ജനങ്ങൾക്കറിയില്ല. അവർ എന്തായാലും വലിയ സമരത്തിനൊരുങ്ങുകയാണ് KSRTC ബസ് ആവശ്യപ്പെട്ടുകൊണ്ട്. തണ്ണിത്തോട്, തേക്കുതോട്, കരുമാൻതോട് മലയോര മേഖലയാണ്. കോന്നിയിലേക്കും പത്തനംതിട്ടയിലേക്കുമൊക്കെ ഇന്നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് വന്നു പോകണമെങ്കിൽ ബസ് സർവീസ് തന്നെ ശരണം. പണ്ട് രാവിലെ KSRTC ബസ്സിൽ ഒന്ന് കയറിയിരുന്നാൽ മതി, തിരുവനന്തപുരത്തേക്കും ഗുരുവായൂരിലേക്കുമൊക്കെ തണ്ണിത്തോട് നിന്ന് നേരിട്ട് പോകാമായിരുന്നു. 5 വർഷം മുൻപ് പതിയെ KSRTC ബസ് സർവീസ് അവസാനിപ്പിച്ചു. കേരളത്തിൽ KSRTC സർവീസ് ഇല്ലാത്ത ഏക പഞ്ചായത്താണ് തണ്ണിത്തോട് പഞ്ചായത്ത്. ഏതാണ്ട് 16ലധികം കിലോമീറ്റർ വനത്താൽ ചുറ്റപ്പെട്ടൊരു പഞ്ചായത്താണ് തണ്ണിത്തോട് പഞ്ചായത്ത്. സ്വാഭാവികമായും ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് KSRTC സർവീസിനെയാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് KSRTC സർവീസ് ഇവിടെ ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ നാട്ടിൽ ഉയർന്നു വന്നു. പക്ഷേ നാളിതുവരെ അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. നിയമസഭയിലടക്കം ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി അടക്കം ബസ് വിട്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷേ ബസ് വരുന്നില്ല. ഇപ്പോൾ ബസ് വരാത്തതിന് പിന്നിൽ എന്താണെന്നുള്ള കാര്യം നാട്ടിലെ ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിലേക്കുള്ള പ്രൈവറ്റ് ബസ്സുകൾ മാത്രമാണ് ഇന്നാട്ടുകാരുടെ ഏക ആശ്രയം. അത് പക്ഷേ പത്തനംതിട്ടയിൽ എത്തണമെങ്കിൽ 1.5 മണിക്കൂർ കഴിയും. അത്യാവശ്യത്തിനൊന്ന് പെട്ടെന്ന് പോയി വരണമെങ്കിൽ കാര്യം നടക്കില്ല. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകേണ്ടവരുണ്ട്, RCC പോകുന്നവരുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകേണ്ടവരുണ്ട്. സമയബന്ധിതമായി പോകാനൊക്കത്തില്ല. അതുകൂടാതെ ഇവിടെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു, ഇപ്പോൾ എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു, അല്ലെങ്കിൽ കോട്ടയത്ത് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു. സമയത്തിന് എത്തണമെന്നുണ്ടെങ്കിൽ മറ്റു വാഹനങ്ങൾ ഇവിടെ ഇല്ല. ഇവിടുന്ന് പിന്നെ ടാക്സി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ 5:40 ഒരു വണ്ടിയേ ഉള്ളൂ. ആ വണ്ടിക്ക് പോകുന്നത് ചിലപ്പോൾ 7 മണിക്കോ 8 മണിക്കോ അടച്ചിടേണ്ടിയായിരിക്കും. അപ്പോൾ ഇവിടെ മറ്റ് ടാക്സി സർവീസുകൾ ആശ്രയിച്ചാണ് പോകുന്നത്. കഥയിൽ ഇനിയുമുണ്ട് ഏറെ പറയാൻ. ഇതുവഴി സർവീസ് നടത്തിയിരുന്ന KSRTC ബസ് രാത്രി പ്രദേശത്ത് നിർത്തിയിട്ടിരുന്നപ്പോൾ സാമൂഹ്യ വിരുദ്ധർ അതിന്റെ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിച്ചു. ഇതോടെ KSRTC ജീവനക്കാർക്ക് ഇതുവഴി സർവീസ് നടത്താൻ ഭയവുമായി. ഇവിടെ വാഹനം അടിച്ചു പൊട്ടിച്ചത് അതിൻ്റെ പിന്നിലും ശക്തിയുണ്ട്. അതിൻ്റെ യഥാർത്ഥ പ്രതികളെ പോലും ഇതുവരെ പിടിച്ചിട്ടില്ല. അതിനും ഒരു മറയുണ്ട് ഇവിടെ, അതിനും പിന്നൊരു ശക്തിയുണ്ട്. ഇത് പ്രൈവറ്റ് ലോബിയെ സഹായിക്കുന്നതോടൊപ്പം തന്നെ ഈ KSRTC ഗതാഗതത്തെ ഇവിടെ തിരസ്കരിക്കുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ KSRTC അധികൃതർ പറയുന്നത് ബസിന്റെ അവസാന സ്റ്റോപ്പായ കരുമാൻതോട്ടിൽ പാർക്കിംഗ് സൗകര്യമില്ല എന്നാണ്. പാർക്കിംഗ് സൗകര്യവും ജീവനക്കാർക്ക് താമസ സൗകര്യവും ഏർപ്പെടുത്താമെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഉറപ്പ്. സ്വകാര്യ ബസ് ലോബിയെ സഹായിക്കാനായി ചിലർ ഇടപെടുന്നുവെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. സമരസമിതിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തി. അടുത്തത് പത്തനംതിട്ട KSRTC ഡിപ്പോ വളയൽ സമരമാണ്. ഫെബ്രുവരി മാസം തന്നെ പഞ്ചായത്തിൽ KSRTC സർവീസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹർത്താൽ നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമൊന്നുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അടിയന്തര ഇടപെടൽ വേണം. KSRTC ബസ് സർവീസ് തണ്ണിത്തോട്, തേക്കുതോട് മേഖലയിൽ നിന്ന് സർവീസ് നടത്തണം. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണ്ണുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഒരുപാട് കാലമായി തണ്ണിത്തോട് നിവാസികൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് പക്ഷേ അധികൃതർ മുഖം തിരിക്കുന്നു എന്നാണ് ഉയരുന്ന വിമർശനം. ആവശ്യങ്ങൾ ഇനിയും അംഗീകരിച്ചില്ലെങ്കിൽ വലിയ സമരം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് അവർ നൽകുന്നുണ്ട്. KSRTC അധികൃതർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഒരു പരിഹാരം കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏകദേശം 20,000 ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഈ തണ്ണിത്തോട് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഈ പഞ്ചായത്തിൽ KSRTC സർവീസ് നിർത്തിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി. കോവിഡിനെ തുടർന്നാണ് ആദ്യം ഈ സർവീസ് നിർത്തിയതെങ്കിലും അത് പുനഃസ്ഥാപിക്കാൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടത് ഇവിടെ ഒരു താമസ സൗകര്യമായിരുന്നു. അപ്പോൾ അവർ പറയുന്നതിൻ്റെ അനുസരിച്ച് അതിന് മുമ്പ് തന്നെ ഇവിടെ ജനങ്ങളെ ഇവിടുത്തെ കുറേ ചെറുപ്പക്കാർ കൂടിയ ഇവിടെ ഒരു റൂം എടുത്ത് കൊടുക്കും. ഈ പള്ളിയുടെ ബാത്റൂം അവർക്ക് സൗകര്യപ്രദമായിട്ട് ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്താൽ ഇവിടെ മുൻകാലത്ത് വണ്ടി വന്നുകൊണ്ടിരുന്നു.
ഇപ്പോൾ ബസ്സിന് ആവശ്യമായ താമസ സൗകര്യം ഒരുക്കി അതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും ബസ് വരാൻ തയ്യാറാകുന്നില്ല. ഇവിടെ കുറച്ച് ആൾക്കാർ ഇത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പം നമ്മളൊരു പൗരസമിതി രൂപീകരിച്ചു. ഇവിടെ പല രാഷ്ട്രീയ കക്ഷിക്കാരും ഇവിടെ റൂം എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവിധ രാഷ്ട്രീയ കക്ഷികളും റൂം എടുത്തിട്ടിട്ട് ഇന്ന് വരും വണ്ടി വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഇവിടെ വണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് ശരിക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ സ്ഥിരം ബസ് യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് വേറെ വണ്ടിയൊന്നുമില്ല. ഞങ്ങൾക്ക് ദൂരെയോട്ടൊക്കെ പോകണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓട്ടോ വിളിച്ച് കോന്നി വരെ പോയി 1000 രൂപ കൊടുത്ത് പോയിട്ട് ഞങ്ങൾ അവിടുന്ന് തിരുവനന്തപുരം ബസ്സിന് ഞാൻ ചിത്രയിലെ ചികിത്സക്കാരിയാണ് എൻ്റെ ഒരു മോള് വയ്യാത്ത അതിനെയും കൊണ്ട് പോകുന്ന വർഷത്തിൽ 3-4 പ്രാവശ്യം പോകും. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിൽ മോടെ കുഞ്ഞിനെയാണെങ്കിൽ രാവിലെ തിരുവല്ല കൊണ്ടുപോകണം. അന്നേരം ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പോൾ അവിടുത്തെ ആളുകളുടെ പ്രതികരണങ്ങളാണ്. അടിയന്തരമായി KSRTC ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.